ഹായ് മലയാളി സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ രാജൻ ബോസ്, ഒരു തമിഴ് സിനിമ ഡയറക്ടർ. ജന്മനാ മലയാളി, പഠിച്ചത് വടക്കേ ഇന്ത്യയിൽ, 12 വർഷം ആർമി സർവീസ്. ഇപ്പോൾ 25 വർഷമായിട്ട് തമിഴ്നാട്ടിലാണ്. സോ ഓൾമോസ്റ്റ് ഐ ആം എൻ ഇന്ത്യൻ. പിന്നെ മലയാളി ആയതുകൊണ്ട് നിങ്ങളെപ്പോലെ എനിക്കും ഇത്തിരി അഹങ്കാരം ഉണ്ടല്ലോ. ആ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് ഇപ്പൊ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ ഓൾ ഓഫ് യു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലാസ്റ്റ് ഗൺ. കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കണ്ടു. വരുന്ന ജൂൺ മാസം മുതൽ മലയാള സിനിമ മൊത്തത്തിൽ സ്തംഭിപ്പിക്കാൻ പോവുകയാണ്. കാരണം മനസ്സിലായില്ല. കാരണം എനിക്ക് മനസ്സിലായി, ഇത് തീരുമാനിച്ചവർക്ക് കാരണം മനസ്സിലായിട്ടില്ല. കാരണം പറയട്ടെ, അവർ തന്നെയാണ് കാരണക്കാർ, നിർമ്മാതാക്കൾ. നല്ല സിനിമ നിർമ്മിക്കാൻ ചിലർ മെനക്കെടാറില്ല, മറ്റു ചിലർക്ക് അത് അറിയില്ല. പിന്നെ അവരൊക്കെ എന്താ ചെയ്യുന്നറിയണ്ടേ? ഒരു ഉദാഹരണം മാത്രം പറയാം. ഒരു പ്ലാവിന്റെ ചുവട്ടിൽ പോയി കാത്തിരിക്കും. സ്വന്തം പറമ്പിൽ പ്ലാവില്ലെങ്കിൽ പ്ലാവുള്ള പറമ്പിൽ പോയി കാത്തിരിക്കും. എന്തിനാണെന്നോ, എപ്പോഴെങ്കിലും ഒരു മുയൽ ആ പ്ലാവിന്റെ ചുവട്ടിൽ കൂടെ കടന്നു പോകും. അപ്പൊ ചക്ക വീഴും, മുയൽ ചാവും. കാത്തിരുന്ന് മുഷിയുമ്പോൾ ചിലപ്പോൾ ചില പ്ലാവിന്റെ മൂട്ടിൽ കൂടി മുയൽ കടന്നു പോകും, ചക്ക വീഴില്ല. അപ്പോഴായിരിക്കും ആ സഹോദരൻ മേപ്പോട്ട് നോക്കുന്നത്, ആ പ്ലാവിൽ ചക്കയില്ല. പിന്നെ ചക്ക ഉള്ള പ്ലാവിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു ചക്ക വീഴും, അപ്പൊ മുയലുണ്ടാവില്ല. എന്തെങ്കിലും മനസ്സിലായോ? ഒരുപക്ഷെ എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാകണമെന്നില്ല, പക്ഷെ നിർമ്മാതാക്കൾക്ക് മനസ്സിലായി. മനസ്സിലാകണം. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഒരു സിനിമയുടെ നട്ടെല്ല് എന്താണ്? സംവിധാനമാണോ, തിരക്കഥയാണോ, താരങ്ങളാണോ, അതോ നിർമ്മാതാവാണോ? അറിയില്ലല്ലേ. തിരക്കഥയാണ്. ഇനി നിർമ്മാതാക്കളോട് മറ്റൊരു ചോദ്യം കൂടി. ഒരു തിരക്കഥ അത് വായിച്ച് കേട്ടതിന് ശേഷം അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള ആ പവർ അല്ലെങ്കിൽ ആ കഴിവ് നിങ്ങളിൽ എത്ര പേർക്കുണ്ട്? നിങ്ങൾ 3 വിഭാഗക്കാരാണ്. അതിൽ ആദ്യത്തെ വിഭാഗം കലയോടുള്ള അഭിനിവേശം കൊണ്ട് കഷ്ടപ്പെട്ട് സംഭരിച്ചു വെച്ച പണം കൊണ്ടുവന്ന് പേടിച്ച് സിനിമയിൽ ഇറങ്ങും, അല്ലെങ്കിൽ ഇറക്കും. അവർക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടാവും. ലാഭമൊന്നും വലുതായിട്ട് കിട്ടിയില്ലെങ്കിലും നഷ്ടം വരരുത്. പിന്നെ പേരും പ്രശസ്തിയും അന്തസ്സും ഒക്കെ അത് ആവശ്യമാണ്. രണ്ടാമത്തെ വിഭാഗം ബിസിനസ് മൈൻഡ്. എത്ര കോടി വിതച്ചാൽ എത്ര കോടി കൊയ്യാം, പിന്നെ അതിന്റെ കൂടെ ഒരു അടിച്ചുപൊളിയൊക്കെ ആകാം. ആ മൈൻഡ് നല്ലതാണ്. പക്ഷെ ഒരു കുഴപ്പം, അവർക്ക് സിനിമയെ പറ്റിയോ ജനങ്ങളുടെ ആസ്വാദനത്തെ പറ്റിയോ എന്തെങ്കിലും ഒരു ഗ്രാഹ്യം വേണ്ടേ? പിന്നെ മൂന്നാമത്തെ വിഭാഗം അളവിൽ കവിഞ്ഞ് സ്വത്തുള്ളവർ. ബ്ലാക്ക് മണിയും അതിൽ പെടും. അതിൽ കുറച്ചങ്ങോട്ട് പോയാലും വേണ്ടില്ല, ഒന്ന് അടിച്ചു പൊളിച്ച് സുഖിച്ച് കുളിച്ച് കയറണം. അവരൊക്കെ ഡയറക്ടറോട് ആദ്യം ചോദിക്കാറുള്ള ചോദ്യം എന്താണെന്നറിയോ? ആരെ നായികയാക്കാം എന്നാണ്. അവിടെ കൊണ്ട് പോയില്ലേ. ഞാൻ പറഞ്ഞ ആദ്യത്തെ വിഭാഗത്തിൽ ചിലപ്പോഴൊക്കെ ചക്ക വീണ് മുയൽ ചാകാറുണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും വിഭാഗത്തിൽ ചക്ക വീഴുമ്പോൾ മുയലുണ്ടാവില്ല, മുയലുള്ളപ്പോൾ ചക്ക വീഴില്ല. ഇനി നാലാമത്തെ മറ്റൊരു വിഭാഗമുണ്ട്, ഉടായിപ്പുകാർ. നിർമ്മാതാവായിട്ട് അഭിനയിച്ച് ആരെങ്കിലുമൊക്കെ ചൂണ്ടയിട്ട് പിടിച്ച് ഒരു തട്ടിക്കൂട്ട് സിനിമ ഉണ്ടാക്കാൻ നോക്കും. ഒത്താലൊത്ത്, ഇല്ലെങ്കിൽ ഓ എന്ന അക്ഷരത്തിന് ഒരു ദീർഘം കൊണ്ടിട്ടിട്ട് മുങ്ങിക്കളയും. അവരെ ഞാൻ നിർമ്മാതാക്കളെന്ന് പറയില്ല, കള്ള ഡാഷ് മക്കളെന്ന് പറയും. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ഇപ്പൊ ന്യൂ ജനറേഷൻ കുറെ സംവിധായകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ശമ്പളമൊന്നും വേണ്ട, തിന്നാനും കിടക്കാനും കിട്ടിയാൽ മതി. എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. എനിക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനുണ്ട്, അവൻ ഷോർട്ട് ഫിലിം ചെയ്യാറുണ്ട്. പിന്നെ ന്യൂ ജനറേഷൻ തിരക്കഥാകൃത്തുക്കൾ കൊട്ടക്കണക്കിന് തിരക്കഥ തലയെ ചുവന്നുകൊണ്ട് തിരക്കഥ വേണോ തിരക്കഥ എന്ന് വിളിച്ചു പോയിക്കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ അവരോട് ചോദിക്കും ഒരു തിരക്കഥയ്ക്ക് എന്ത് വിലയെന്ന്. അവര് പറയും വിലയൊന്നും വേണ്ട സാറേ, ഇത് കുറെ നാളുകളായിട്ട് ഇരുട്ടത്താ കിടക്കുന്നത്, അതൊന്ന് വെളിച്ചം കണ്ടാൽ മതി എന്ന് പറയും. നിങ്ങൾ വീഴും. കാരണം നിങ്ങളിൽ പലരും ജോലി ചെയ്യുന്നവർക്ക് കൂലി കൊടുക്കില്ല, വേണ്ടാത്തവർക്ക് ഇഷ്ടം പോലെ ചിലവാക്കും. അതൊക്കെ പോട്ടെ. ഈ ഞാൻ പറഞ്ഞ സംവിധായകരും ഈ തിരക്കഥ കച്ചവടക്കാരും ഒക്കെ വേലി കിടക്കുന്ന ജന്തുക്കളാണ്. എടുത്ത് വേണ്ടാത്തത് വയ്ക്കണോ? ഞാൻ കണ്ട ആ വാർത്തയിൽ ഒരു മാന്യദ്ദേഹം സംസാരിക്കുന്നത് കിട്ടും.
ഒരു പടം ഹിറ്റ് കൊടുത്ത ഡയറക്ടർ 1 കോടി 2 കോടിയൊക്കെയാണ് ശമ്പളം ചോദിക്കുന്നതെന്ന്. അതൊരു തെറ്റായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, താരങ്ങൾ എത്ര കോടി ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കും? ആ താരങ്ങൾ അഭിനയിച്ചുകൊണ്ട് മാത്രം സിനിമ ഓടുവോ? നിങ്ങൾ ആ താരങ്ങൾക്ക് കൊടുക്കുന്ന പണം സംരക്ഷിക്കുന്നത് ഡയറക്ടർ തന്നെയല്ലേ? അപ്പോൾ നിങ്ങൾ പറയും, താരങ്ങൾ കഥ കേട്ട് സെലക്ട് ചെയ്തിട്ടാണല്ലോ ഡേറ്റ് കൊടുക്കുന്നതെന്ന്. ശരിയാണ്, കഥ അവർക്ക് ഇഷ്ടപ്പെടണം. പക്ഷെ ആ കഥ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് ഒരു താരത്തിനുമില്ല. അതുണ്ടായിരുന്നെങ്കിൽ പിന്നെ അവരഭിനയിക്കുന്ന ഒരു പടം പോലും ഫ്ലോപ്പ് ആവില്ലല്ലോ. അപ്പോൾ റിസ്ക് എടുക്കുന്നത് ഡയറക്ടർ തന്നെയാണ്. ഒരു ഡയറക്ടർക്ക് ഒരു സിനിമ പൊട്ടിപ്പോയാൽ അടുത്ത സിനിമ കിട്ടുക എന്നുള്ളത് വളരെ അപൂർവമാണ്. പക്ഷെ താരങ്ങളുടെ കാര്യം അങ്ങനെയല്ല. എന്ന് വിചാരിച്ച് ഞാൻ താരങ്ങളെ താഴ്ത്തി പറഞ്ഞതല്ല കേട്ടോ, അവരാരും നിസ്സാരക്കാരല്ല. ഉദാഹരണത്തിന്, താരങ്ങൾക്ക് വേണ്ടി മാത്രം തിരക്കഥ എഴുതുന്ന തിരക്കഥാകൃത്തുക്കളെയും താരങ്ങളെ വെച്ച് മാത്രം സിനിമ ചെയ്യുന്ന ഡയറക്ടർമാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. പുതുമുഖങ്ങളെ വെച്ച് ഒരു സിനിമ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? എല്ലാ കഥാപാത്രങ്ങളും പുതുമുഖങ്ങളായിരിക്കണം. നിങ്ങൾക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇവിടെ തമിഴിൽ ഡയറക്ടർ ശങ്കർ താരങ്ങളെ വെച്ച് മാത്രം സിനിമ ചെയ്ത് ഷൈൻ ചെയ്ത് നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരു പരീക്ഷണം നടത്തി. അതാണ് ബോയ്സ് എന്ന സിനിമ. 8 നിലയിൽ പൊട്ടി. എനിക്ക് നിർമ്മാതാക്കളോട് ഒരേ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. നല്ല ഡയറക്ടർമാരുടെ കൂടെ നിന്ന് ജോലി ചെയ്ത് പരിശീലിച്ച, സിനിമ എന്തെന്ന് പഠിച്ച കുറെ അസോസിയേറ്റ് ഡയറക്ടർമാരും അസിസ്റ്റന്റ് ഡയറക്ടർമാരും ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോൾ ഈ കൊട്ടക്കണക്കിന് തിരക്കഥയും ചുവന്ന് നടക്കുന്ന ആ വിഭാഗത്തെയോ, പിന്നെ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് സിനിമ തേടി നടക്കുന്ന ആ വിഭാഗത്തെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? അതൊക്കെ വേലി തന്നെ ഇരുന്നോട്ടത്തെ. ഞാൻ ഇപ്പോൾ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവര് പറയും, അസൂയാണ് അയാൾക്കൊരു പ്രൊഡ്യൂസറെ കിട്ടാത്തതിന്റെ അസൂയാണെന്ന് പറയും. വേണ്ടേ, ഞാൻ ഇതുവരെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രൊഡ്യൂസർമാരെയും എനിക്ക് വേണ്ടേ, ഞാൻ വല്ല വാർക്കപ്പണിക്കും പൊക്കോളാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.